ശരിക്കും ഒരു ത്രില്ലിംഗ് മാച്ച് കണ്ട ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു കിഡിലൻ മാച്ച് കണ്ട ഫീലാണ് എനിക്ക് ഇന്റർ vs ബാസ മാച്ച് കണ്ടപ്പോൾ കിട്ടിയത്. കാരണം ഈ മാച്ചിൽ പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യം എന്ന് പറയുന്നത് മത്സരത്തിന്റെ 24-ാം മിനിറ്റിൽ യമാൽ അടിച്ച ഗോൾ. കാരണം ബാസ 2-0 തോറ്റെടുക്കുന്ന സമയമാണ്. മത്സരത്തിന്റെ 1-ാം മിനിറ്റിലും 21-ാം മിനിറ്റിലും ഇന്റർ അടിച്ചുകൊണ്ട് 2 ഗോളുകൾ ഇന്റർ അടിച്ചുകൊണ്ട് ബാസയെ പിന്നിലാക്കിയ സമയം, സ്റ്റേഡിയത്തിന്റെ 75% സൈലന്റ് ആയ സമയം, ഹൻസി ഫ്ലിക്കിന്റെ മുഖമൊക്കെ വാടിയ സമയം, ഫാൻസൊക്കെ ഇനി ഒരു കംബാക്ക് ഉണ്ടാകുമോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 24 മിനിറ്റിൽ തൻ്റെ ട്രിബിളിംഗ് എടുത്തുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയി കാമായിട്ട് പോസ്റ്റിലേക്ക് ഒരു കിക്ക് വെക്കുന്നത് അല്ലേ. വളരെ കൂളായിട്ട് സോമർ ഇങ്ങനെ വായം പൊളിച്ച് നിൽക്കുന്ന പോലെ, ഒരു സ്റ്റാച്ചു ആയി നിൽക്കുന്ന പോലെയാണ് ആ ഗോൾ നമ്മൾ കണ്ടത്. പോസ്റ്റിൽ തട്ടിക്കൊണ്ട് ഗോളായി. രോമം ആ സമയത്ത് ഒരു രോമായി നിൽക്കുന്ന ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാസിന് എല്ലാ ഫാൻസിനും അതുപോലെ തന്നെ കോച്ചിനും കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ ഒരു വലിയ കോൺഫിഡൻ്റ് ആണ് യമാൽ ആ ഗോളിലൂടെ കൊടുത്തത്. അതിനുശേഷം വീണ്ടും ഫെറാൻ ടോറസ് ഒരു ഗോൾ അടിച്ചു, റാഫിനിൻ്റെ ഒരു ഹെഡർ പാസിലൂടെ. അങ്ങനെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിന് ശേഷം വീണ്ടും ഇന്റർ ഒരു ഗോൾ അടിച്ചു. 2 ബാക്ക് ടു ബാക്ക് സെറ്റ് പീസുകളാണ് ബാസക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ ഗോളായത്. അങ്ങനെ 3-2 പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇനി ഒരു കംബാക്ക് ഉണ്ടാക്കുമോ എന്ന് വിചാരിച്ച സമയത്താണ് യമാലിന്റെ ഒരു ഫേക്കും അതുപോലെ തന്നെ റാഫിനിന്റെ ഒരു ഷൂട്ടും വരുന്നത്. പക്ഷേ ഗോള് സോമറിന്റെ ഓൺ ഗോളാണ്. അദ്ദേഹത്തിന് പുറകിൽ തട്ടിയിട്ടാണ് അത് ഗോളായി മാറുന്നത്. സോ എനിവേ അത് ഓൺ ഗോൾ തന്നെയാണ്. അങ്ങനെ കളി 3-3 അവസാനിച്ചു. ഇന്റർ ബാസയെ തളച്ചിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബാസിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് ഇന്റർ 3-3 സമനിലാക്കുന്നത്. സോ ഇന്റർക്ക് തന്നെയാണ് ഒരു പൊടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു മാച്ചിൽ പറയാനുള്ളത്. കളി ഉടനീളം നോക്കുകയാണെങ്കിൽ ബാസ കിടിലൻ കളിയായിരുന്നു. പക്ഷേ ഇന്റർ കിട്ടിയ ചാൻസുകളൊക്കെ മുതലാക്കി കളഞ്ഞു. അങ്ങനെ 3-3 ബാസയെ ഇന്റർ തളച്ചിട്ടു എന്ന് പറയാം. തൻ്റെ ഹോം ഗ്രൗണ്ടിൽ ബാസ സമനിലയിൽ കുരുങ്ങി. അങ്ങനെയാണെങ്കിൽ ഹെവേ ഗ്രൗണ്ടിൽ എങ്ങനെ ആയിരിക്കും പെർഫോമൻസ്? ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്ററിന്റെ റീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഇന്റർ മോശം പ്രകടനമാണ് റീസെന്റ് ആയിട്ടുള്ള മാച്ചിൽ കാണിച്ചത്. അതുകൊണ്ട് ഇന്റർ തന്നെ ഹോം മാച്ചിൽ വിജയിക്കുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ബാസ വിജയിക്കാം, ചിലപ്പോൾ ഇന്റർ വിജയിക്കാം. 2 ടീമും കിടിലൻ പെർഫോമൻസിലാണ്. ഡിഫൻസ് ഏരിയയിലാണെങ്കിലും അറ്റാക്കിംഗ് ഏരിയയിലാണെങ്കിലും ഇന്ന് ബാസിന്റെ ഡിഫൻസ് കുറച്ച് പൊളിഞ്ഞ പോലെ തോന്നി. എനിവേ മാച്ച് അവസാനിച്ചു. അടുത്ത മാച്ചിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. വീണ്ടും ഈ മാച്ചിൽ എനിക്ക് പറയാനുള്ള കാരണം 24 മിനിറ്റിൽ യമാൽ അടിച്ച ഗോൾ, ഇറ്റ് വാസ് സൂപ്പർ അമേസിങ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.